വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ അഖിൽ കോട്ടയിൽ, ഇന്നിപ്പോൾ ഈ ഒറ്റ ദിവസത്തെ മഴയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 ദിവസം മഴയ്ക്ക് ഇടവേളയാണ് എന്നും തുടർന്ന് ബുധനാഴ്ചയോടുകൂടി മഴ വീണ്ടും ശക്തമാകും, പിന്നീട് അങ്ങോട്ട് 4 നാൾ പരക്കെ മഴ കനക്കും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് ഇന്ന് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ മേഘവിസ്ഫോടനവുമായി ബന്ധപ്പെട്ട് പല വാദങ്ങളും പല വിദഗ്ധരുടെ പ്രതികരണങ്ങളും ഒക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഈ മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ അത് മേഘവിസ്ഫോടനമായി കണക്കാക്കാം, പക്ഷേ അത് കേരളത്തിൽ ഉണ്ടാകാറില്ല എന്ന് ചിലർ പറയുന്നു. ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ച് 2 മണിക്കൂറിൽ 5 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ തന്നെ അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് പല പ്രദേശങ്ങളെയും എത്തിക്കും എന്നാണ് പറയുന്നത്. അത് ഈ വാദങ്ങൾ ശരിയാണോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇടവിട്ടുള്ള മഴ അതെത്രത്തോളം പ്രശ്നമാണ്? ഈ മഴകളിലൊക്കെ ന്യൂനമർദ്ദത്തിന് സ്പേസ് ഉണ്ടോ? കേരളത്തെ സംബന്ധിച്ച് പഴയ കാലം മുതൽക്ക് തന്നെ ഒരു കലണ്ടർ ഉണ്ടല്ലോ. ഈ തിരുവാതിര ഞാറ്റുവേല, ഈ ചിങ്ങത്തിൽ ചിണുങ്ങിയുള്ള മഴ, തുലാമാസത്തിലേക്ക് ഇടിമിന്നലോടുകൂടിയുള്ള മഴ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കലണ്ടറിലെ ഈ ക്രമമൊക്കെ തെറ്റിക്കൊണ്ടാണോ കേരളത്തിൽ മഴയുടെ പോക്ക്? തീർച്ചയായിട്ടും നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് നമുക്ക് അതേപോലെ മഴ ലഭിക്കുമെന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഇനിയുള്ള കാലങ്ങളിൽ. അതിന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2018 തൊട്ട് നമ്മൾ കാണുന്നത് അതാണ്. പിന്നെ ഈ മേഘവിസ്ഫോടനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 1 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ അത് മേഘവിസ്ഫോടനത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 5 സെൻറ്റിമീറ്റർ പെയ്ത് കഴിഞ്ഞാൽ അത് ലഘുമേഘ വിസ്ഫോടനത്തിൻ്റെ കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. ഇതൊക്കെ പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ്. ഈ കഴിഞ്ഞ വർഷം നമുക്ക് പെട്ടുമടിയിലുണ്ടായ ദുരന്തം തന്നെ 24 മണിക്കൂറിൽ 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മഴ ഇപ്പോൾ ഒരു അതിഥി പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഡേറ്റ വെച്ചിട്ടാണ്, എല്ലാത്തിനും ഒരു യാർഡ് സ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയെ മേഘവിസ്ഫോടനമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതൊന്ന്. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ ജോയ് സാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതെങ്ങനെ ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ളൊരു ക്ലൗഡ് ബസ്റ്റ് പോലുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ അതിതീവ്ര മഴ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ലോക്കലൈസ്ഡ് ആയിട്ട് പെയ്യുന്ന മഴ നമുക്ക് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലായിരിക്കണം കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു, സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിന് നമുക്ക് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, മോഡലിങ്ങിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ മോഡൽസിൽ ഇത് റിസോൾവ് ചെയ്യാനുള്ള ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി നമുക്കുണ്ട്. അപ്പം മോഡലിംഗ് യൂസ് ചെയ്തിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ റീജിയനിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഇത്രയധികം മഴ പെയ്യുമെന്ന് നമുക്ക് എന്താണെങ്കിലും നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഓൾട്ടർനേറ്റീവ്സ്? നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, നമുക്കൊരു വഴി കണ്ടെത്തണം. ഓക്കെ, അതിന് നമുക്ക് സാറ് പറഞ്ഞ പോലെ പോളാരിയോമെട്രിക് റഡാർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് നൗകാസ്റ്റിംഗ്, അതായത് 3 to 4 hours മുമ്പുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതല്ലാതെ തന്നെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ പലരും നമ്മുടെ IMDയുടെ പേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജറി കാണാൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് ക്ലൗഡിൻ്റെ മൂവ്മെൻറ്റ് കാണാം, ക്ലൗഡിൻ്റെ പൊസിഷനിങ് കാണാം, ഇത് കാണാൻ പറ്റും. പക്ഷേ ഈ ഡേറ്റയൊക്കെ നമുക്ക് റിയൽ ടൈം ആയിട്ട് നമുക്ക് യൂസേഴ്സിന്, പബ്ലിക്കിന് അവൈലബിൾ അല്ല. ഓക്കെ, ഇത് ഒരുപക്ഷെ IMDയും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മാത്രമേ ഇത് ഇപ്പം റിയൽ ടൈം ഒബ്സർവേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ റിയൽ ടൈം ഡേറ്റ, കാര്യം ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ വെതർ സാറ്റലൈറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇമേജറിയാണ് അല്ലെങ്കിൽ ഡേറ്റയാണ്. എവരി 15 minutes നമുക്ക് ഡേറ്റ കിട്ടിക്കൊണ്ടിരിക്കും. അത് വച്ചിട്ടാണ് ഈ ക്ലൗഡ് ഇമേജ് മൊത്തം ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് റിയൽ ടൈം ആയിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയോ ഒക്കെ നമുക്ക് ലഭ്യമാകുകയാണെങ്കിൽ, ഓക്കെ, ഇതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഞാൻ ഈ സൂചിപ്പിച്ച പോലെ ഈ മീസോസ്കെയിൽ ക്ലൗഡ് ക്ലസ്റ്റേഴ്സിന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഇമേജറിയെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഹൈ റെസൊല്യൂഷൻ ഇമേജറിയാണ്. അതിൻ്റെ ടെമ്പറൽ എവല്യൂഷനും അതിൻ്റെ സ്പാഷ്യൽ എക്സ്റ്റൻഷനും ഏത് റീജിയനിലേക്കാണ് അത് ലോക്കലൈസ് ചെയ്യുന്നതെന്നുള്ള കുറിച്ചുള്ള റിയൽ ടൈം ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടും. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതോറിറ്റീസിനോ അതേപോലെ പഞ്ചായത്ത് ലെവലിലേക്കോ ഒക്കെ നമുക്ക് ഡിസമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഡേറ്റ ഈ പറയുന്ന പോലെ പബ്ലിക് അല്ലെങ്കിൽ ഫുൾ പബ്ലിക്കിന് ആക്സസ് ഇല്ലെങ്കിൽ പോലും
ഇതേപോലെ യൂണിവേഴ്സിറ്റീസിനോ അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ വേറെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അല്ല ഡോക്ടർ അജിൽ കോട്ടയിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ചർച്ച ഈ വിഷയത്തിൽ ഡോക്ടർ സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ്. ഈ പ്രദേശങ്ങൾ തിരിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ നൽകാൻ സാധിക്കുമോ? ഈ സംവിധാനത്തിൻ്റെ ഇപ്പോൾ വിവരിച്ച ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇടുക്കിയോ വയനാടോ പോലുള്ള ജില്ലകളിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു ജില്ലകളിലും ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ മല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉയർന്ന മലകൾക്ക് കീഴിൽ താമസിക്കുന്നവർ മാത്രമല്ല, ചെറിയ കുന്നുകൾക്ക് കീഴിൽ കഴിയുന്നവർ പോലും പേടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഏത് പ്രദേശത്താണ് ഇതിന് സാധ്യത? അങ്ങനെ മേഖലകൾ തിരിച്ചുകൊണ്ട് നമുക്കൊരു മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുമോ ഇക്കാര്യത്തിൽ? അതെ, നമ്മുടെ നിലവിലുള്ള സാറ്റലൈറ്റ് ഡേറ്റ എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഹൊറിസോണ്ടൽ റെസൊല്യൂഷനിൽ കിട്ടുന്ന ഡേറ്റയാണ്. ആ ഡേറ്റയ്ക്കകത്ത് നമുക്ക് ഇതേപോലുള്ള ക്ലൗഡ് ക്ലസ്റ്റേഴ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് പോസിബിളാണ്. അതിനുള്ള എക്സ്പെർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സെൻറ്ററുകളിൽ തന്നെയുണ്ട്. അതിൻ്റെ എക്സ്പെർട്ടേഴ്സ് നമുക്ക് ഡേറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലുള്ള ക്ലൗഡ് ക്ലസ്റ്റേഴ്സ് ലോക്കലൈസ്ഡ് ആയിട്ട് ഏത് റീജിയനിൽ ഫോക്കസ് ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രിവെയിലിംഗ് വിൻഡും അറിയാമെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റും ഏകദേശം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപക്ഷെ നമുക്ക് 3-4 മണിക്കൂറിന് മുമ്പ് ഒരു നൗകാസ്റ്റിംഗ് രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രഡിക്ഷൻ കൊടുക്കാൻ സാധ്യമാണ്. അത് 100% സക്സസ്ഫുൾ അല്ലെങ്കിൽ പോലും 50% ആയാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കാം. ഒരു 3 മണിക്കൂർ മുമ്പ് ഒരു ഇതേപോലെ ഇക്കോളജിക്കലി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റീജിയൻസിൽ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വാർണിംഗ് കൊടുക്കാനോ പറ്റും. അതൊരു വഴിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റഡാർ ഡേറ്റകൾ നമുക്ക് യൂസ് ചെയ്യാം, റിയൽ ടൈം ആയിട്ടുള്ള ഒബ്സർവേഷൻസ് യൂസ് ചെയ്യാം. പിന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഒബ്സർവേഷൻ നെറ്റ്വർക്ക് നമുക്ക് കൂട്ടാം, അതിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ പറ്റും. ടെമ്പറേച്ചർ ആണെങ്കിലും റെയിൻഫോൾ മെഷർമെൻറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ എല്ലാ കലാമിറ്റീസ് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൽ നിന്ന് നമുക്ക് ലെസൺസ് എപ്പോഴും പഠിക്കാൻ പറ്റും. ആ ലെസൺസ് എടുത്തുകൊണ്ട് റെക്ടിഫൈ ചെയ്യുക, മുന്നോട്ട് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് റെക്ടിഫൈ ചെയ്യുക. അപ്പം ഈ ഒരു 2018 മുതലുണ്ടാകുന്ന ദുരന്തങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അപ്പം ഇതിലൊരു കറക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ. അല്ല, അക്കാര്യത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാങ്കേതികമായ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ ഗവൺമെൻറ്റിന് മുന്നിൽ? ഇത് ചെയ്യാവുന്നൊരു കാര്യമാണല്ലോ. അല്ല, ചെയ്യാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും. കാര്യം ഇങ്ങനെയുള്ള ഡേറ്റാസൊക്കെ ഞാനീ പറഞ്ഞ പോലെ റിയൽ ടൈം ആയിട്ട് അവൈലബിൾ ആക്കാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അനാലിസിസും കുറേ റിസർച്ച് ഔട്ട്പുട്ടും ഉണ്ടാക്കി സ്റ്റേറ്റിന് പ്രയോജനകരമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ഇതേവരെ അങ്ങനെ അവൈലബിൾ അല്ല. തീർച്ചയായിട്ടും അത് ഈസി ആയിട്ട് ഗവൺമെൻറ്റുകൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. IMDക്കൊക്കെ ഈസി ആയിട്ട് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഫോർകാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻ അഡീഷൻ നമ്മുടെ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന അനാലിസിസും കൂടി ഗവൺമെൻറ്റിന്, നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റിന് ഇൻപുട്ടായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളാണെങ്കിലും മിറ്റിഗേഷൻ സ്ട്രാറ്റജീസൊക്കെ ആണെങ്കിലും അവർക്ക് കുറേയോട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ശരി, ആ രീതിയിലേക്ക് ശ്രീ SP രവി, ആ രീതിയിലേക്ക് കേരളത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് നൽകേണ്ട സംവിധാനങ്ങളും മാറേണ്ടതുണ്ട്. ഒരുപക്ഷെ 2018 തന്നെ അല്ലെങ്കിൽ 2019 തന്നെ അങ്ങനെയൊക്കെ ഒരു മാറ്റം സാധ്യമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഈ ഒരു ദുരന്തത്തെ കേരളം അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വീണ്ടും കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത്തരം സാധ്യതാ പഠനങ്ങൾ, ആ പ്രദേശങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കുക, അതൊക്കെ ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ചെയ്യേണ്ടതാണ്. പക്ഷെ മനുഷ്യർ പ്രാഥമികമായി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ടല്ലോ. ഈ നദീതീരങ്ങളിലെ കയ്യേറ്റങ്ങൾ സർക്കാർ ഒഴിപ്പിക്കാൻ കാത്തുനിന്നാൽ അതൊരിക്കലും സാധ്യമല്ല. വീണ്ടും നമ്മൾ ഈ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ഈ നദികളിലെ നീരൊഴുക്ക് സ്വാഭാവികമാക്കാനുള്ള പ്രക്രിയകൾ, ഈ അടിത്തട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രക്രിയകൾ, അതൊക്കെ പ്രാദേശിക ഭരണകൂടങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലും കേരളത്തിൽ നടപ്പായില്ലല്ലോ 2018 ശേഷം, അല്ലേ? നമുക്ക് ആ വാസ്തവത്തിൽ ആ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളോ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും.
പ്രധാനമായും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ മൺസൂൺ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ കിഴക്കൻ മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളാണ്. മറ്റൊന്ന് വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കം തന്നെ ഈ പുഴ കര കവിഞ്ഞുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളുണ്ട്. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലഡ്സും ഉണ്ട്. അപ്പൊ ഇത് ഓരോ ഘടകത്തെ സംബന്ധിച്ചും അതിന്റെ വിശദാംശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, അത് ഈ ഭരണകൂടമായാലും ഉദ്യോഗസ്ഥരായാലും പൊതുസമൂഹമായാലും അതിന്റെ ഡൈനാമിക്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ നമ്മൾ ഇതിനെ നേരിടാൻ പുറപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ നേരത്തെ കോട്ടയം ജില്ലയിലെ ഈ വീട് വെള്ളത്തിലേക്ക് പോയതിനെ കുറിച്ച് പറഞ്ഞു. വാസ്തവത്തിൽ ഈ പുഴകളെ സംബന്ധിച്ച് പുഴകളുടെ ഇരുകരയിലും ഒരു നിശ്ചിത അകലം നോ കൺസ്ട്രക്ഷൻ സോൺ ആണ്. അതങ്ങനെയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് നിയമപരമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു തമ്പ് റൂളായിട്ട് സാധാരണ പറയുക, പുഴയുടെ വീതി എത്രയുണ്ടോ അതിന്റെ 50% സ്ഥലം രണ്ടു വശത്തേക്ക് ഫ്രീ ആയിട്ട് വിടണം എന്നുള്ളതാണ്. നിർമ്മാണങ്ങളില്ലാതെ മറ്റു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാതെ വിടണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ തോടിന്റെ കരയിലാണ് ആ വീടുണ്ടാകുന്നത്. ഈ ഉത്തരാഖണ്ഡില് പ്രശ്നമുണ്ടായപ്പോഴും നമ്മൾ ഇതുപോലെ ഇത് കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഭൂവിനിയോഗം പുഴത്തീരങ്ങളിൽ കാണുന്നു. പുഴത്തീരങ്ങളിൽ മാത്രമല്ല, ഈ പ്രളയതടങ്ങൾ മിക്കവാറും എല്ലാ പുഴത്തടത്തിലും പ്രളയതടങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മഴക്കാലത്ത് വെള്ളം ഉയരുന്ന സമയത്ത് വെള്ളം കയറി കിടക്കുന്ന ഈ നെൽപ്പാടങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിശാലമായിട്ടുള്ള പ്രദേശങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇരിക്കുന്നത് പെരിയാറിന്റെ പ്രളയതടത്തിലാണ്. അതുകൊണ്ടാണ് ഈ പെരിയാറിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ വെള്ളം കയറി വരുന്നത്. അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന പുഴയ്ക്ക് നിറഞ്ഞൊഴുകേണ്ട സമയത്ത് ഒഴുകാൻ വേണ്ട സ്പേസ് മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെടുത്തിയത് തിരിച്ചു പിടിക്കുക. ഇപ്പൊ റൂം ഫോർ റിവറിന് നേരത്തെ പറഞ്ഞു, നെതർലാൻഡ്സിൽ പോയി വന്നു, അവർ പറയുന്ന വാക്ക് ഇവിടെ ആവർത്തിച്ചുകൊണ്ട് മാത്രമായില്ല. റൂം ഫോർ റിവർ എന്ന് പറയുന്നതിന്റെ ആ കൺസെപ്റ്റിന്റെ ഈ അന്തസ്സത്തെ എന്താണെന്ന് തിരിച്ചറിയണം. ഈ പുഴയ്ക്ക് അതിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് ഉണ്ടായിരുന്ന ഇടങ്ങളാണ് ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്നത്. ആ ഇടങ്ങൾ അതിന് ഈ പൂർണ്ണമായും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കഴിയാവുന്നത്രയും അതിന് തിരിച്ചു കൊടുക്കാനുള്ള സാധ്യതകൾ നോക്കുകയും അതിനൊപ്പം ഇനിയൊരു കൺസ്ട്രക്ഷൻ പോലും ഇത്തരം സോണുകളിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് ഈ ഭൂവിനിയോഗ നയം കേരളത്തിനില്ല. ആ ഭൂവിനിയോഗ നയം വേണം എന്നുള്ള ഒരു ആവശ്യത്തിന് ഈ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ വനപ്രദേശമായിട്ട് നിലനിർത്തണം, എവിടെയൊക്കെ ജലാശയങ്ങൾ നിലനിർത്തണം, എവിടെയൊക്കെ മറ്റോരോ ആവശ്യങ്ങൾക്കും, അത് ഈ വീട് വയ്ക്കാനായാലും കൃഷിക്കായാലും വ്യവസായത്തിനായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനായാലും അത്തരത്തിലുള്ള ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ ഇതുവരെ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഭരണാധികാരികൾക്കോ ഉദ്യോഗസ്ഥർക്കോ ഇതൊന്നും അറിയാതെയല്ല. പക്ഷെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും ഇപ്പോഴുള്ള രീതികളിൽ നിന്നും മാറേണ്ടി വരും. അതിനുള്ള വിമുഖതയാണ് ഇതിലേക്ക് പോകാതിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരന്തത്തിൽ നിന്നും ഭരണകൂടം മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ജനങ്ങൾ അലേർട്ട് ആയിക്കൊണ്ട് ഭരണകൂടത്തെ കൊണ്ട് ഈ മാറ്റങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഓരോ വശവും, ഇത് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് മാത്രം തീരുമാനിക്കാൻ നമുക്ക് പറ്റുന്നതല്ല. കാലാവസ്ഥ പ്രവചനം തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഇപ്പോൾ IMD ജില്ലാ തലത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നമുക്ക് തരുന്നത്. പക്ഷെ ഒരു ജില്ലയിൽ തന്നെ പല പ്രദേശങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മഴ കിട്ടുകയാണ്. ഒരു ജില്ലയിലല്ല, ഒരു പഞ്ചായത്തിൽ തന്നെ നമുക്കറിയാം ഒരു സ്ഥലത്ത് അതിശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്ത് ചിലപ്പോൾ മഴ പെയ്യാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പൊ അവിടെ ഇപ്പം ചാലക്കുടി പുഴത്തടത്തിൽ കുറച്ച് ചെയ്യുന്നുണ്ട്, മീനച്ചിൽ നദീതടത്തിൽ ചെയ്യുന്നുണ്ട്. ലോക്കലായിട്ട് റെയിൻഫോൾ റീഡിംഗ് റെഗുലർ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ മഴ അളന്ന് അതാത് സമയത്ത് അത് ഈ പൊതുസമൂഹത്തിന് അത് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുഴയിലെ ജലനിരപ്പ് എവിടെയൊക്കെ എത്രമാത്രം ഉണ്ടോ, എത്രമാത്രം ഉയരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നു. ഒരു റിയൽ ടൈമിൽ മഴയും പുഴയും മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം
ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു മുൻകൈയിലാണ് നടക്കുന്നത്. ഇത് ഭരണകൂടം കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ആ രീതിയിലേക്ക് അത് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ മഴ എന്ന് പറയുന്നത് IMDയുടെ ഭാഗത്ത് നിന്ന് അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പ് വന്നിട്ടില്ല. കാരണം നമുക്കറിയാം ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമാണ് പലയിടത്തും റെഡ് അലർട്ടിലേക്ക് പോയിട്ടുള്ളത്. അതേസമയം അതിനു മുമ്പ് തന്നെ ഈ കിസാറ്റിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കത് തിരിച്ചറിയാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ആ രീതിയിലേക്ക് ഒരു അലേർട്ടിലേക്ക് പോകാത്തത്? അങ്ങനെ അലേർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രദേശത്ത് ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പുഴത്തീരത്തായാലും അത് മലയടിവാരങ്ങളിലായാലും ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൗണ്ടൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ താരതമ്യേന പ്രശ്നങ്ങൾ കുറവായിരിക്കും. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള ഈ മല പ്രദേശങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇനിയുള്ള അവസ്ഥയിൽ ദുരന്ത സാധ്യത എപ്പോഴും വർദ്ധിച്ചു തന്നെ നിൽക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പൊ അത്തരം പ്രദേശങ്ങളിൽ നിവൃത്തിയുള്ളിടത്തോളം അവിടെ ഈ ആളുകൾ താമസിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. അങ്ങനെ അല്ലാത്ത അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളവരെ അത്തരം പ്രദേശങ്ങളിൽ വലിയ മഴ പെയ്യുന്ന സാധ്യത ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും മാറ്റാനുള്ള സംവിധാനം ഉണ്ടായേ പറ്റൂ. അതിന് ഈ നിലവിലുള്ള ഒരു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ മാപ്പിംഗ് എല്ലാം മാറ്റി എഴുതേണ്ട കാലം അതിക്രമിച്ചു. അത് മാറ്റി എഴുതിയാൽ മാത്രം പോരാ, അതിപ്പോൾ ഉള്ളതുപോലെ 1:60,000 സ്കെയിലൊന്നും എഴുതാൻ മതിയാവില്ല. പ്രാദേശിക തലത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിൽ കിഡസ്റ്റൽ സ്കെയിലുള്ള മാപ്പുകൾ ഓരോ പഞ്ചായത്തിലും എവിടെയൊക്കെ നിങ്ങളുടെ പഞ്ചായത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്, ഏതൊക്കെ പ്രദേശങ്ങളിൽ മലയിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിനുള്ള മാപ്പും മറ്റു കാര്യങ്ങളും കൊടുത്ത് അവരെ കൂടെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും ജനത്തിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ശരി, പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ കൂട്ടായ ഇടപെടൽ കൊണ്ട് മാത്രമേ അക്കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവുകയുള്ളൂ. എല്ലാം ഗവൺമെൻറ് ചെയ്തുകൊള്ളും എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നതാണ് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യം. അതിനാൽ ജനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് സ്വമേധയാ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നത്. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ശ്രീ VS പ്രദീപ്, ഈ കേരളത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് അടയാളപ്പെടുത്തിയ മേഖലകൾ ഒരുപാടുണ്ട്. അവിടങ്ങളിൽ ഈ കെട്ടിട നിർമ്മാണത്തിനൊക്കെ നിരവധി തടസ്സങ്ങൾ നിയന്ത്രണങ്ങളൊക്കെയുണ്ട്. അതല്ലാത്ത പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ, പരിസ്ഥിതി ദുർബല മേഖലകൾ എന്ന് ഔദ്യോഗികമായി അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത അനേകം പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവയുടെ കൂടി പശ്ചാത്തലത്തിൽ എന്ത് മുന്നൊരുക്കമാണ് ഇക്കാര്യത്തിൽ നടത്തേണ്ടത്? മണ്ണിൻ്റെ ഘടന മനസ്സിലാക്കി ഏതൊക്കെ ഇടങ്ങളിൽ വീട് നിർമ്മാണമാകാം, കെട്ടിട നിർമ്മാണമാകാം, ആ രീതിയിലുള്ള ഒരു സർവേ ആവശ്യമാണോ കേരളത്തിൽ? അങ്ങനെ പ്രദേശങ്ങളെ വേർതിരിക്കേണ്ടതുണ്ടോ? ഈ പരിസ്ഥിതി ലോല മേഖലകൾ എന്നടയാളപ്പെടുത്തിയിട്ടില്ലാത്ത മലയോര പ്രദേശങ്ങളിൽ വീട് നിർമ്മാണം ആകാമോ? ആകാമെങ്കിൽ എങ്ങനെ? പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണം ആവാൻ പാടില്ല തന്നെയാണ്. അശാസ്ത്രീയമായ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലും കെട്ടിട നിർമ്മാണങ്ങളും നടക്കുന്നത്. പുഴയോരങ്ങളിലും മലഞ്ചെരുവുകളിലും ചരിഞ്ഞ മലമ്പ്രദേശങ്ങളിലെല്ലാം ഒരു 16 ഡിഗ്രി ചരിവുള്ള ഇടത്ത് അപ്പുറത്ത് കൺസ്ട്രക്ഷൻ പാടില്ല എന്നാണ്. പക്ഷേ എന്നാലും അവിടെയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണങ്ങളെല്ലാം അനധികൃതമായി നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ വിഷയങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണം പാടില്ല എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും കൺസ്ട്രക്ഷൻ പാടില്ല. എന്നാൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇനിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സർക്കാർ ഒരു സർവേ നടത്തി ഇതിനെ അടയാളപ്പെടുത്തി കെട്ടിടം നിർമ്മിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴങ്ങനെ സർവേ നടക്കുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ ഈ വെള്ളപ്പൊക്ക സമയത്ത് അതാത് പ്രദേശത്തെ പഞ്ചായത്തുകളെയും ഭരണസമിതികളെയും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
പക്ഷേ ഒരു ഭരണസമിതിയും ഒരു പഞ്ചായത്തുകളും അത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട നടപടികളെക്കുറിച്ചോ അതിന് വേണ്ട പദ്ധതികളെക്കുറിച്ചോ ഒന്നും അവർ ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു പദ്ധതി ഒരു ഗ്രാമപഞ്ചായത്തുകളോ കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ സ്വീകരിച്ചതായി ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അവർക്ക് അത്തരം പദ്ധതികളിലൂടെ അല്ല താല്പര്യം. അതാണ് ഈ കെട്ടിട നിർമ്മാണ പ്രശ്നങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, മനുഷ്യൻ പ്രകൃതിയെ എങ്ങനെ ദ്രോഹിക്കുന്നോ അതനുസരിച്ച് പ്രകൃതി മനുഷ്യനെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഏത് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആകാം എന്നാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പാടെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. പരിസ്ഥിതി ദുർബല മേഖലകളിൽ കൺസ്ട്രക്ഷൻ അനുവദിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ ഈ പുതിയ ഒരു സാഹചര്യത്തിൽ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടങ്ങളിൽ ഏത് രീതിയിലുള്ള നിർമ്മാണമാകാം എന്നാണ് ഹാബിറ്റാറ്റ് നിർദ്ദേശിക്കുന്നത്? ഉണ്ട്. ഹാബിറ്റേറ്റ് പല പദ്ധതികളും ഇതിനു വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും പഠനപരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പൊതുവായി ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് നമുക്കിവിടെ പറയാൻ കഴിയില്ല. കാരണം ഹാബിറ്റേറ്റിൻ്റെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഈ ദുരന്ത മേഖലകളിലും അല്ലാതെ പ്രദേശങ്ങളിലും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സ്ഥലത്തുമെല്ലാം നമ്മൾ നിരവധി കെട്ടിട നിർമ്മാണ സാങ്കേതിക വിദ്യ തന്നെ നമ്മൾ രൂപരേഖ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴായി പല റിപ്പോർട്ടുകളായി തന്നെ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളതും കൂടിയാണ്. അല്ല, പൊതുജനങ്ങൾ പൊതുവെ സ്വീകരിക്കേണ്ട ഒരു രീതി എന്തെങ്കിലും വിശദീകരിക്കാമല്ലോ. ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രളയത്തെ മറികടക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കെട്ടിട നിർമ്മാണ ശൈലി പതിയെ പ്രചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലി അത് പൊതുവെ സാമാന്യ സമൂഹം ഏത് രീതിയിലുള്ള ശൈലിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കാമല്ലോ. തീർച്ചയായും. അല്ല, അതാണ് നിർദ്ദേശിക്കാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത്. ഹലോ, അല്ല, ആ രീതി എന്ന് നിർദ്ദേശിക്കാനാണ് താങ്കളോട് ആവശ്യപ്പെടുന്നത്. ഹലോ, കട്ടായി. ഹലോ, അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഈ ചർച്ചയുടെ അവസാനത്തെ ഇടവേളയിലേക്ക് പോവുകയാണ്. അന്തിമഘട്ടത്തിലേക്ക് തിരിച്ചെത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ CM ജോയ്, ഈ ദുരന്ത ദിനങ്ങളിലൊക്കെ കേരളത്തിന് വല്ലാത്ത പാരിസ്ഥിതിക ജാഗ്രതയാണ്. മന്ത്രിമാർ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഓടിയെത്തും, ഗവൺമെൻറ് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തും, ഇരകൾക്ക് ധനസഹായം പ്രഖ്യാപിക്കും. ഈ കവളപ്പാറയിലും പുത്തുമലയിലുമൊക്കെ ഒരുപാട് നടന്ന് കാല് തേഞ്ഞതിന് ശേഷമാണ് കുറച്ച് കാശെങ്കിലും ഈ ധനസഹായമായി പ്രഖ്യാപിച്ചതിൽ നിന്ന് ഈ എല്ലാം നഷ്ടപ്പെട്ട ഇരകൾക്ക് ലഭിച്ചത്. ഇതൊക്കെ തന്നെയാകും ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. മന്ത്രിമാരുടെ വരവും പോക്കും ഈ ചർച്ചകളുമൊക്കെ നാളത്തോടുകൂടി അവസാനിക്കും. കേരളം വീണ്ടും പഴയ നിലയിലാകും. അപ്പോഴും മലയാളികൾ മറക്കുന്ന ഒന്നുണ്ട്. താങ്കളടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ വാക്കുകളും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും. ശരിയല്ലേ? ശരിയാണ്. അതാണ് കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി പ്രകൃതിക്ഷോഭങ്ങളിൽ നഷ്ടത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് കുഴപ്പമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം നൽകി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വലിയ കടപ്പാടൊന്നും കാണില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ വസ്തുതയാണ്. അതുപോലെ തന്നെയാണ്. കാരണം അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 25,000 കോടി രൂപ അവർ കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടം കണക്കാക്കി. അതിനുശേഷം പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അത് 36,700 കോടിയായി. അതിനുശേഷം അവർ ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം IRS എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടാക്കി. അത് ഇപ്പോൾ ഈ 2 ദിവസത്തെ
ഈ ദുരന്തത്തിൽ എന്ത് ചെയ്തു എന്ന് അറിയാൻ കൊള്ളാം. സർക്കാർ അത് ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. നമുക്കിവിടെ നമ്മുടെ കേരളത്തിനെ ഈ പാരിസ്ഥിതിക ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 7 വകുപ്പുകൾ പരിസ്ഥിതി സൗഹൃദമാകണം. ഒരു പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടത് മാത്രം പോരാ. പൊതുമരാമത്ത് വകുപ്പ്, ജലസേചന വകുപ്പ്, വൈദ്യുതി വകുപ്പ്, വ്യവസായ വകുപ്പ്, നഗരാസൂത്രണ വകുപ്പ്, റവന്യൂ വകുപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി, ഇത്തരം 7 വകുപ്പുകൾ പരിസ്ഥിതി സൗഹൃദമായാൽ മാത്രമേ ഈ ദുരന്തങ്ങൾക്ക് അറുതി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും അവസ്ഥ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇടനാടാണെങ്കിലും മലനാടാണെങ്കിലും തീരപ്രദേശമാണെങ്കിലും ഒരൊറ്റ അളവ് കൊണ്ടുള്ള വികസനം നമുക്ക് പറ്റില്ല. കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നമുക്കിനി അഴുക്കുചാൽ പദ്ധതി പോലെ തന്നെ പ്രളയം ജലനിർമ്മാർജ്ജന പദ്ധതിയും വേണ്ടി വരും എന്നുള്ളതാണ് സത്യം. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വീടുകൾ വെള്ളപ്പൊക്ക പരിധിയിലും മുകളിൽ പണിയാൻ സാധിക്കണം. പുഴയോരങ്ങൾ, കടലോരങ്ങൾ, കായലോരങ്ങൾ, തണ്ണീർത്തടങ്ങൾ, ചതുപ്പുകൾ, പാടശേഖരങ്ങൾ, കോൾനിലങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ സംരക്ഷിച്ചേ മതിയാകൂ. ജലം താഴ്ന്നു പോകാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. നദീ സംരക്ഷണം ഉറപ്പുവരുത്തണം. നദി റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് വെറുതെ പ്രഖ്യാപനം നടത്തിയാൽ പോലെ നദികളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ബാൻഡ് പോളാരിമെട്രിക് ഡോപ്ലർ വെതർ റഡാർ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ കേരളത്തിന് സ്ഥാപിക്കാൻ സാധിക്കണം. 3 മണിക്കൂർ മുമ്പെങ്കിലും ജനങ്ങൾ ഇതറിയട്ടെ. മേഘവിസ്ഫോടനവും 10 സെന്റിമീറ്ററിൽ മേലെയും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളത് കൊണ്ട് ഓടി രക്ഷപ്പെടാൻ, ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സിസ്റ്റമെങ്കിലും ഉണ്ടാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്ലഡ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും എവിടെ വരെ ഒരു അണക്കെട്ട് തുറന്നു വിട്ടാൽ വെള്ളം എവിടെ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയില്ല. കാലാവസ്ഥ വ്യതിയാനം നമുക്ക് മനസ്സിലാക്കണം, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ നിലയ്ക്ക് പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുകയുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ എവിടെയും എത്തിപ്പെടാനായിട്ട് ഒറ്റപ്പെട്ടു പോകാതെ, ദുരന്തങ്ങളിൽ ഒറ്റപ്പെട്ടു പോകാതെ അവർക്ക് പൊതുസമൂഹവുമായി കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട്, വൈദ്യുതി ബന്ധം കിട്ടാനായിട്ട്, കുടിവെള്ളം കിട്ടാനായി, ഭക്ഷണം കിട്ടാനായിട്ടുള്ള സംവിധാനം ഒരുക്കാനായിട്ട്, അതുപോലെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കാനായിട്ട് നമ്മുടെ ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ആകണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാർ പ്രസ്ഥാനങ്ങളൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകില്ല എന്നുള്ളതാണ് സത്യം. യെസ്, ശ്രീ SP രവി, ഇപ്പോൾ ഒരു അണക്കെട്ടിൻ്റെ ഷട്ടർ തുറന്നാൽ വെള്ളം ഏതുവരേക്കും എത്തും എന്ന് തിരിച്ചറിയാൻ ഉള്ള പഠനങ്ങൾ പോലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവരങ്ങൾ പോലും ലഭ്യമാക്കാത്ത ഒരു അവസ്ഥ കേരളത്തിലുണ്ടോ? ഇപ്പോൾ ഉരുൾപൊട്ടലാണ് സംഭവിച്ചത് ഇന്നലെ എന്നതുകൊണ്ട് മാത്രമാണ് നദീ സംരക്ഷണമോ അല്ലെങ്കിൽ നദികളിലെ നീരൊഴുക്ക് സ്വാഭാവികമാക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളോ ഇന്നലെയും ഇന്നും ഉണ്ടാകാതിരുന്നത്? 2018-ലും 2019-ലുമൊക്കെ പ്രളയം സംഭവിച്ചു എന്നതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ടു എന്നല്ലാതെ അപ്പോഴും അതിനൊരു റിസൾട്ട് ഉണ്ടായില്ല. ഇപ്പോൾ അന്നൊക്കെ നമ്മൾ കണ്ട ഒരു വിഷ്വലുണ്ടല്ലോ, ചെറുതോണിയിൽ ഡാം തുറന്നു വിടുന്നു, വെള്ളം ഒഴുകി വരുന്നു, അപ്പോൾ അവിടുത്തെ ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡ് മുങ്ങിപ്പോകുന്ന വിഷ്വൽസ് നമ്മളൊക്കെ കണ്ടതാണ്. ഇന്നും ആ ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ ഉണ്ട്, അതിനൊരു മാറ്റവുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. അവിടെ ബസ്സുകൾ വന്നു പോകുന്നു, യാത്രക്കാർ വന്നു പോകുന്നു. അതടക്കം, അത് സർക്കാരിൻ്റെ നിർമ്മാണമാണല്ലോ, അതടക്കം ഈ നദീതീരങ്ങളിലെ കയ്യേറ്റങ്ങൾ, നിർമ്മാണങ്ങളൊക്കെ അതേപടി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഡാം തുറക്കുമ്പോൾ മാത്രം മതിയോ കേരളത്തിന് ഈ ജാഗ്രത? അന്ന് മാത്രം നമ്മൾ ഉറങ്ങാതിരുന്നാൽ മതിയോ? നമ്മളിപ്പോ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം അതിനോട് പ്രതികരിക്കുക എന്നാണ് ഒരു പരിധി വരെ പൊതുസമൂഹം പോലും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് നാളെ ഒരു ദുരന്ത സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കാനുള്ള സാധ്യതകൾ, അതിന്റെ ഒരു
അത് ലഘൂകരിക്കാനുള്ള സാധ്യതകൾ ഇന്നലെ മുതലേ ചെയ്തു തുടങ്ങണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഇപ്പോഴും പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ കഴിഞ്ഞു പോയത്, ഒക്ടോബർ 13 ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനെ കുറിച്ച് ലോകം പറഞ്ഞു തുടങ്ങിയിട്ട് 30 വർഷത്തിലധികമായി. 1989 മുതൽ ഇത് പറയുന്നുണ്ട്. ഇന്ത്യയിലായാലും 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ തന്നെയായിരുന്നു. പക്ഷെ ആ ദുരന്ത സാധ്യത ലഘൂകരണം എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് നമ്മൾ ഇപ്പോഴും പോയിട്ടില്ല. നമുക്ക് ഈ 2018 വെള്ളപ്പൊക്കമല്ല, സത്യത്തിൽ അതിന് വളരെ മുമ്പേ 2013 മുതലെങ്കിലും നമുക്ക് മുന്നറിയിപ്പുകളുണ്ട്. എന്നിട്ടും ഇന്നും ഒരു പുഴക്കടത്തിൽ പോലും കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫ്ലഡ് മോഡലിങ്ങോ ഈ അതുപോലെ തന്നെ പ്രളയ സാധ്യത മേഖലകൾ രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ഭൂപടമോ ഇല്ല. ഈ ഭൂപടം എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിൽ കിട്ടണം, പഞ്ചായത്ത് തലത്തിൽ കഡസ്ട്രൽ സ്കെയിലിൽ കിട്ടണം. ഓരോ പഞ്ചായത്തിലും എത്ര പണക്കെട്ടുകളുള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അണക്കെട്ടിൽ നിന്നും ഇത്ര വെള്ളം തുറന്നു വിടുകയും താഴെയുള്ള പ്രദേശങ്ങളിൽ ഇത്ര മഴ പെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന തരത്തിലുള്ള സിനാരിയോ ഉണ്ടാവാം, അണക്കെട്ടിലേക്ക് ഇന്ന തരത്തിലുണ്ടാവാം. അപ്പൊ അത്തരത്തിൽ അത് കുറച്ച് വളരെ ഈ എന്താ പറയാ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പല ഘടകങ്ങളുണ്ട്. പക്ഷെ ഈ ഘടകങ്ങളെ വെച്ചുകൊണ്ട് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫ്ലഡ് മോഡൽ ചെയ്യുകയും അത് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലെ നിരീക്ഷണം കൊണ്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്രോസസ്സ് തുടങ്ങാൻ നമുക്ക് ഇപ്പോഴും പറ്റില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു പുഴയിൽ ആ രീതിയിലുള്ള ഒരു മോഡലിംഗ് നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പ്രളയ സാധ്യത മേഖലകൾ തിരിച്ച് അതിൽ തന്നെ നമുക്ക് ഈ എന്താ പറയാ പല സോണുകളായി തിരിക്കാം. ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങൾ ഇന്നതാണ്, അതിന് തൊട്ട് മുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇങ്ങനെയാണ്, അങ്ങനെ 3-4 സോണാക്കി തിരിക്കുകയും ഈ ഓരോ സോണിലും എത്ര വീടുകളുണ്ട്, എത്ര മറ്റ് സംവിധാനങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ആ വീടുകളിലെ ആളുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം അതൊക്കെ ശേഖരിക്കുകയും വേണം. ശ്രീ SP രവി, ഞാൻ സമയം തീർന്നതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. 2018 ശേഷം ആരംഭിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളം ഇപ്പോഴും വളരെ വളരെ ദൂരം പിന്നിലാണ് അത്തരം കാര്യങ്ങളിൽ. നവകേരളം നനഞ്ഞ കേരളമായി തുടരുകയാണ്. ഒന്നിലും ഒരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചകളും മന്ത്രിമാരുടെ വരവും പോക്കുമൊക്കെ ഇന്നോ നാളെയോ അവസാനിക്കും. വീണ്ടും കേരളം പഴയ അവസ്ഥയിലാകും. ഒരു പാരിസ്ഥിതികമായ ജാഗ്രതയിലേക്ക് കേരളം ഇനിയും നീങ്ങിയില്ലെങ്കിൽ ഒറ്റ മഴയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന, ഉരുൾപൊട്ടുന്ന അത്രയും അപകടകരമായ ഒരവസ്ഥ കേരളത്തിൽ ഇനിയും ആവർത്തിക്കും എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ അച്ചിൽ കോട്ടയിൽ, ശ്രീ SP രവി, ഡോക്ടർ CM ജോയ്, കൂട്ടത്തിൽ VS പ്രദീപ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ജന ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.